ഇന്ന് നമുക്ക് ബാക്കി വന്ന ദോശ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞപ്പം ഒരു സവോളയുടെ പകുതി അരിഞ്ഞതും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം, അതായത് 2 കളറിലുള്ള ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ക്യാബേജ് അരിഞ്ഞത്, 5-6 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് നേരത്തേനെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരുന്നാലും മതി കേട്ടോ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ ചേർത്തന്നേ ഉള്ളൂ. ഇത് കുക്കായി വരണ നേരത്തേന് നമുക്ക് ബാക്കി വന്ന ദോശ ഒരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ മുറിക്കുന്ന ഈ ഒരു വലുപ്പം ഉണ്ടല്ലോ, ഈ വലുപ്പത്തിലോ അല്ലെങ്കിൽ ഇതിൽ ചെറുതായിട്ടോ മുറിച്ചെടുത്താൽ മതിയാകും. എൻ്റെ അടുത്ത് ബാക്കി വന്നത് 2 ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ദോശ മുറിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം. നമ്മുടെ പച്ചക്കറി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് തുറന്ന് നോക്കാം. ആവശ്യത്തിനൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറിയിലൊക്കെ ഒന്ന് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ദോശ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേനെ മൂടി വെക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റത്തേന് മൂടി വെച്ച് കഴിയുമ്പം ഈ ദോശയൊന്ന് ചൂടായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ മസാലയൊക്കെ ഈ ദോശയിലേക്ക് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായി ആയിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പം ഇതൊന്ന് ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ ദോശയുടെ കഷ്ണമോ അല്ലെങ്കിൽ പച്ചക്കറിയോ ഒക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിപ്പുണ്ടാകും. അതൊക്കെ ഒന്ന് നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം, ഞാൻ ഈ കാണിക്കുന്നത് പോലെ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിക്കുന്നത് കണ്ടോ, എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും കുറേശ്ശെ ആയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചീസ് ചീക്കിയിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഈ ഇതിൻ്റെ മേൽഭാഗത്ത് എല്ലാ സൈഡിലും ചീസ് എത്തണം. അപ്പോൾ അതുപോലെ നല്ല പോലെ ചീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ ചീസ് സ്ലൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കൂടെ നിരത്തി അങ്ങ് എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ നിരത്തി മുറിച്ചോ എങ്ങനെയെങ്കിലും മുറിക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ചീസ് ചീകിയിട്ട് കഴിയുമ്പം ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 5 മിനിറ്റ് നേരത്തേനെ കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല സെറ്റായിട്ട് ചീസൊക്കെ മെൽറ്റായി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് ഒന്ന് മാറ്റി സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേനെ തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ അങ്ങ് മാറ്റി വെക്കാം. 5 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങ് വിട്ടുപോരാ എളുപ്പമായിട്ടുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ചീസിൻ്റെ ആ ഭാഗം വേറെ ആയിട്ട് വിട്ടുപോകും. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചെടുത്തിട്ട് സോസൊക്കെ കൂട്ടി, ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് രാവിലത്തെ ദോശ ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.